أشهد أن لا إله إلا الله. 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 أشهد أن محمدا رسول 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 الله. حي على الصلاة. لا حول ولا قوة إلا بالله. حي على الصلاة. لا حول ولا قوة إلا بالله. حي على الفلاح. لا حول ولا قوة إلا بالله. حي على الفلاح. لا حول ولا قوة إلا بالله. الله أكبر. الله أكبر. الله أكبر. الله لا إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويذل الله الظالمين يغفر الله ما يشاء. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തകർന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് അവസാന ഈമാൻ കിട്ടി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, 2 കുത്തുബകൾ വെച്ചിട്ട് കുത്തുബകളിൽ നമ്മൾ മരണത്തിന്റെ സത്യവിശ്വാസിയുടെ മരണവും സത്യനിഷേധിയുടെ മരണവും അങ്ങനെ ഖബർ വരെ എത്തി. ഇനി ഖബറടക്കം ഖബർ എന്താണ്, ഖബറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. മുസ്ലിം സൽമാ തങ്ങൾ ഒരിക്കൽ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് പ്രവാചകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ മിനൽ ലൈൽ യതഹജ്ജദു, തഹജ്ജുദ് നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹു നിനക്കാണ് സർവസ്തുതിയും, അന്ത ഖയ്യിമുസ് സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ നിലനിർത്തുന്നവൻ അല്ലാഹു തന്നെയാണ്, വമൻ ഫീഹിന്ന, ആ ഭൂമിയിലിടയിലുള്ള എല്ലാ വസ്തുക്കളെയും സംരക്ഷിക്കുന്നവൻ നീ തന്നെയാണ്, വലക്കൽ ഹംദ്, അതുകൊണ്ട് സർവസ്തുതിയും പടച്ച തമ്പുരാനെ നിനക്കാണ്, അന്തൽ ഹഖു, നീ സത്യമാണ്, നീ സത്യമാണ്. തീർന്നില്ല കേട്ടോ. പിന്നെയും പറയുന്നു, വായതുക്കൽ ഹക്ക്, നിന്റെ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ്. അല്ലാഹുവേ നീ സത്യമാണ്, നിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, നിന്റെ ഖുർആൻ സത്യമാണ്, വലിഖാഉക്കൽ ഹക്ക്, നിന്നെ കാണുക എന്നുള്ളതും സത്യമാണ്, വഖൗലുക്കൽ ഹക്ക്, അല്ലാഹുവിന്റെ ഖൗല് പരിശുദ്ധ ഖുർആനും സത്യമാണ്, വൽ ജന്നത്ത് ഹക്കുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹക്കുൻ, നരകവും സത്യമാണ്, വനബിയുന ഹക്കുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അതും സത്യമാണ്. പിന്നെ പറഞ്ഞ സാഅത്തു ഹക്കുൻ, ലോകം അവസാനിക്കുന്നതും സത്യമാണ്, വഅന്നൽ മൗത ഹക്കുൻ, മരണം സത്യമാണ്, വഅന്നൽ ഖബറ ഹക്കുൻ, ഖബറും വസ്സുആൽ, ഖബറിലെ സുആലും സത്യമാണ്, വൽ ഹിസാബ് ഹക്കുൻ, വിചാരണയും സത്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുസലാസല്ലമ തങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണത്തിൽ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുക, വയഖീമൂന സ്വലാത്ത്, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക. സൂറത്ത് 2-ാം അധ്യായത്തിലെ 2-ാമത്തെ ആയത്തിൽ തന്നെ. അപ്പൊ അദൃശ്യമായ കാര്യങ്ങളാണ് ഈ അങ്ങോട്ടൊക്കെ പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മളെ കണ്ണി കണ്ടു മരിക്കുന്ന രംഗങ്ങളൊക്കെ, ഇനി നമ്മൾ കാണാത്തതാണ് കാണാൻ പോകുന്നത്. ഓമിൻ വറാഹി മർസഹും ഇലാ യൗമിൻ യുബ്അസുൻ, മരിച്ച് മറച്ചു ചെയ്താൽ പിന്നെ അങ്ങോട്ടൊക്കെ ബർസഹ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ ഒരു ജീവിതമാണ്. ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഖബറിലേക്ക് നമ്മളെ ഖബറടക്കി പോവുകയാണ് സഹോദരന്മാരെ. ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടി മരിച്ചപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയുടെ ഖബറടക്ക സന്ധിയിൽ വെച്ച് കരയുന്നു കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ 2-ാം ഖലീഫയായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബക്ക ഉമറു കബുക്കായി തിഫിലി, കുട്ടികൾ കരയുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അപ്പൊ എന്തിനാണ് കരയുന്നത് ചോദിച്ചപ്പോൾ ഖബറിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഖബറിന്റെ ജീവിതത്തെ കുറിച്ചും ആലോചിച്ചാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബേ അതിൽ നാം കിടക്കേണ്ടതാണ് സമാന, കാലാകാലം പിന്നിൽ കിടക്കേണ്ടതാണ്. ഗർഭാശയം മുതൽ സോദര സഫറാണ്, അടുത്തുള്ള കേന്ദ്രം സോദര ഖബറാണ്. അപ്പോ ആലിമുൽ അർവാഹിൽ നിന്ന് പോന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പോന്ന് ഈ ലോകത്ത് വന്ന് ജീവിച്ച് അടുത്തുള്ള വിശ്രമ കേന്ദ്രം ഖബറാണ്. അപ്പോൾ ഖബറിലാണ് നമ്മൾ. അങ്ങനെ ഇതാലോചിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? 2-ാം ഖലീഫയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബിവര്യനും ഖലീഫയുമാണ്. അവര് ഖബറിനെ കുറിച്ച്
ആലോചിച്ച് പൊട്ടി പൊട്ടി കരയുന്നു. നമ്മൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ പോലുമില്ല. ഖബറടക്കി നമ്മൾ പോയിരുന്നു. അപ്പോൾ ഈ രംഗത്ത് ഇത് കണ്ടപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തറിഞ്ഞ് ഞങ്ങൾ ആദ്യം ഓതി കേൾപ്പിച്ചത് സൂറത്ത് ഇബ്രാഹിമിലുള്ള ആയത്താണ് നിങ്ങളെ ഞാൻ ആദ്യമായി ഓതി കേൾപ്പിച്ചത്. ഇബ്രാഹിമിലെ 14-ാം അധ്യായത്തിലെ 27-ാമത്തെ ആയത്ത് ഇറങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹു ഖബറിനെ കണ്ട് ഖബറടക്ക സംസ്കാരത്തിൽ ഉൾപ്പെട്ട് അവിടെ നിന്നുണ്ടായ ആ ഭയം കൊണ്ട് കരഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ. ഉമർ എന്നവരെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു സത്യവിശ്വാസികൾക്ക് ദൃഢതയും ഉറപ്പും ധൈര്യവും നൽകും. ഈ ലോകത്തും നൽകും, ഖബറിലും നൽകും. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയുവാനും ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയും ആർക്കുണ്ടാവും? സത്യവിശ്വാസികൾക്കുണ്ടാവും. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് ഫിൽ ഹയാത്തി ദുനിയ വഅദാബിൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും അങ്ങനെ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ആയത്ത് ഇറങ്ങി. അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് കേട്ടോ. അവരൊക്കെ തക്ബീർ ബക്രിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകളും തിരുമുന്നേ. ഖബർ കണ്ടാൽ ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഖബർ കണ്ടിട്ട് ഇങ്ങനെ കരയുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു എന്താ പറഞ്ഞാരോ, ഖബറിൽ മഹ്ശറിലുണ്ടാവും ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ സ്വർഗത്തിലാണെങ്കിലും ആളുണ്ടാവും, നരകത്തിലാണെങ്കിലും ആളുണ്ടാവും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത്. ഇതാ കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലൽ ഖബരി, ഖബറിനവിടെ നിന്നുകൊണ്ട് യബ്കി കരയുകയാണ്. എങ്ങനെ? തബ്തല ലഹ്യഹു, കരഞ്ഞിട്ട് കണ്ണുനീർ ഒഴുകിയിട്ട് തൻ്റെ താടി മുഴുവനും നനഞ്ഞു. ഇതേ കരച്ചിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു ഖബറടക്കത്തിൽ പങ്കെടുത്തിട്ട് അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ട് കണ്ണുനീരൊഴുകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെ മണ്ണ് നനഞ്ഞു എന്നാണ്. കരഞ്ഞിട്ട് കണ്ണുനീര് കൊണ്ട് നനഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലും. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ കരഞ്ഞപ്പോ ചോദിച്ചു, എന്താണ് നിങ്ങൾ? ഫലാ തബ്കി ഫഖീലു തദക്കറുൽ ജന്ന വൻ നാറ ഫലാ തബ്കി. സ്വർഗത്തെ കുറിച്ച് ആലോചിച്ചാലും ഖബറിനെ നരകത്തെ കുറിച്ച് ആലോചിച്ചാലും നിങ്ങൾ കരയാറില്ലല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത്? തദ്കുറുല്ലാഹ ഖബറ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? ഇന്നൽ ഖബറ, ഞാൻ പറയേ, ഗർഭാശയം മുതൽ സോദര സഫറാണ് അടുത്തുള്ള കേന്ദ്രം. ഗർഭാശയം മുതൽ സോദര സഫറാണ് യാത്ര, അടുത്തുള്ള കേന്ദ്രം സോദര ഖബറാണ്. അപ്പൊ ഈ ഖബറിൽ എത്തിക്കെട്ടാൽ ഇന്നൽ ഖബറ അവ്വലു മനാസിലുൽ ആഖിറ, പരലോകത്തേക്കുള്ള ആദ്യത്തെ വീട് ഖബറാണ്. സൂറത്ത് മുഅ്മിനിൽ പറഞ്ഞതാണ്, വമിൻ വറാഇഹിം ബർസഹും ഇലാ യൗമിൻ യുബ്അസൂൻ. ആ ബർസഹിയായ ലോകത്തിലാണ് ഇപ്പൊ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ബർസഹിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ആദ്യത്തെ വീട് ഖബർ. ആ ഖബറിൽ നിന്ന് വിജയിച്ചാൽ എല്ലാം വിജയിച്ചു. ഏതുപോലെ? സൽക്കർമ്മങ്ങൾ ഹിസാബ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഹിസാബ് ചെയ്യുക അസ്സലാത്ത്, ആ നമസ്കാരത്തെ വിചാരണ ചെയ്യുകയും അതിൽ വിജയിച്ചാൽ മറ്റുള്ളവർക്ക് എളുപ്പമാവുന്നു. നമസ്കാരത്തെ ലിസ്റ്റ് ഇപ്പൊ നമസ്കരിച്ചിട്ടുണ്ടോ ശരിക്ക്? ഇന്ന സലാത്ത് അവ്വലുൽ ഹാസിബുൽ അബ്ദി യൗമിൽ ഖിയാമ, ആദ്യമായിട്ട് ഹിസാബ് നമസ്കാരത്തെ കുറിച്ചാണ്. അതിൽ വിജയിച്ചാൽ അവന്റെ മറ്റുള്ള സൽക്കർമ്മങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ടാവും. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഖബറിൽ നിന്ന് വിജയിച്ചാൽ, ഖബറ് ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ,
ദുനിയാവിൽ നിന്ന് പരലോകത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. ഇതിൽ നിന്ന് അതിൽ നിന്ന് വിജയിച്ചാൽ, രക്ഷപ്പെട്ടാൽ, ഫമാ ബഅദഹു ഐസറ മിന്നു, ബാക്കിയുള്ള ഇതൊക്കെ രക്ഷപ്പെട്ടു. അപ്പൊ ആദ്യം ഖബറിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ ആദ്യത്തെ വീട് ഖബറാണ്. നമസ്കാരത്തിൽ 17 തവണ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഖബറിലെ ശിക്ഷയെ തൊട്ട് കാവലിനെ തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കണം, അതിന്റെ ഗൗരവം ആലോചിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി മിൻ അദാബിൻ നാർ. അതാണ് ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമയത്തും പ്രവാചകനാണ് ഖബറിലെ ശിക്ഷയെ തൊട്ട് ചോദിക്കുന്ന കേട്ടോ. അപ്പോ അതിൽ നിന്ന് വിജയിച്ചാൽ എന്തായി? നമ്മളെല്ലാം വിജയിച്ചു. ഇതാ ഫമാ ബഅദഹു ഐസറ മിന്നു വഇൻ ലം യൻജു മിന്നു. ഖബറിൽ നിന്നുള്ള ചോദ്യത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അദാബിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിന്നു. പിന്നെ അതിന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമായിരിക്കും. ഖബറിൽ വിജയിച്ചാൽ എല്ലാം വിജയിച്ചു, അവിടെ പരാജയപ്പെട്ടാൽ എല്ലാം പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് വിജയിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമിയ സൗതം മിൻ ഖബറി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഫഖാല മത്താ മാത്ത. ആ ഖബറാളി എപ്പോൾ മരിച്ചതാണ്, ആരാണ് അതെന്ന് ചോദിച്ചു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഹാദാ ഖാലു മാത്ത ഫിൽ ജാഹിലിയത്തി. അത് ജാഹിലിയ കാലത്ത് മരിച്ച ഒരാളെ ഖബറാണ്. ജാഹിലിയ കാലത്താണ്, ഇസ്ലാമിലല്ല എന്നർത്ഥം. ഒരാളെ മരിച്ച ഖബറാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഖാല ലൗലാ അല്ലാ തദാഫനു ലദഅവതല്ലാഹ. എന്തിന്? അൻ യുസ്മഅക്കും അദാബിൽ ഖബർ. നിങ്ങൾ പരസ്പരം, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറടക്കൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. നമ്മളാണ് കഫൻ ചെയ്യേണ്ടത്, മറക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖബറടക്കേണ്ടുന്ന ഖബറ കടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരല്ലായിരുന്നുവെങ്കിൽ, അതിന് വേറെ വല്ല മാർഗങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ലദഅവത്തുല്ലാഹ, അള്ളാഹിനോട് എന്തെയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനറിയോ? അൻ യുസ്മഅക്കും അദാബൽ ഖബർ. ഖബറിലെ അദാബ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് ഖബറിലെ അദാബ് നമ്മൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പൊ അത് കേട്ടാൽ നമ്മളാരും പിന്നെ ഖബറിനൊക്കെ ആളുണ്ടാവില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ കാഞ്ഞ കുത്തി പറഞ്ഞ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് സാലിഹായ മയ്യത്താണെങ്കിൽ അതിനെ തെതിയപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നാണ് പറയും. മയ്യത്ത് സാലിഹ അല്ലെങ്കിൽ എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നു പറയും. അത് മനുഷ്യരല്ലാത്തവരൊക്കെ കേൾക്കും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇങ്ങനത്തെ നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖബറടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരും നമ്മളാണ് നമ്മളെ കൂട്ടത്തിൽ മരിച്ചവരെ ഖബറടക്കേണ്ടതും. അങ്ങനെ എല്ലാത്തൊരവസ്ഥ ആയിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, ഈ ഖബറിലെ ശിക്ഷ അവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ അബൂദർദാ റളിയല്ലാഹു അൻഹു, അബൂദർദാ പറയുന്നു, ഈ അക്രാദികൾ ഖുബൂരി ഫഖീല ഫി സാരിക അജ്ലിസുലാ ഖൗമി യദ്കുറുനി മാസ്. അങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറുൽ ഖുബൂറ, ഖബർ നിങ്ങൾ സന്ദർശിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈനഹാ തുദക്കിറക്കുമുൽ ആഖിറ, പരലോകത്തെ കുറിച്ച് ചിന്ത വരാനാണ്. ഇതാണ് ഈ ലോകത്തിലൊക്കെ നടന്നിട്ടും ഒരാളെ മരിച്ച് മറയത് പൂന്നിട്ടും അപ്പോൾ ദിവസമൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് ഖബറ് സന്ദർശിക്കുക, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ ഇന്നാ ഇൻഷാ അല്ലാഹു ലായിഖൂൻ അല്ലാഹു ഗഫൂർ ലഹും എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്നിട്ട് ഈ സഹാബി പറയാണ്, ഹർജത്തു മഅ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സഹാബി അല്ല, രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്.
വളരെ ഭക്തനായ തെക്കൂനായിരുന്നു. ഒരിക്കൽ തെക്കൂനുൽ ജിബാലു കൽ ഇഹലിൽ മൻഫൂസ് എന്നല്ല അൽക്കായത്തുൽ കാര്യ എന്നുള്ള ആഴത്തില് ലോകം അവസാനിക്കുമ്പോൾ പർവ്വതങ്ങളൊക്കെ കടഞ്ഞെടുത്ത രോമം പോലെ ആക്കി തീർക്കും അള്ളാഹു എന്ന് ഈ ആയത്ത് ഓതിക്കൊണ്ട് മണിക്കൂറുകളോളം കരഞ്ഞിരുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു. അത്രയും പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള ഒരു മഹൽ വ്യക്തിയായിരുന്നു. രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. സഹാബി അല്ല കേട്ടോ. സഹാബി ആവണമെങ്കിൽ മുസ്ലിമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിമിഷമെങ്കിലും കാണാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാർക്ക് എന്ന് പറയുള്ളൂ, സഹാബി എന്ന് പറയുള്ളൂ. അപ്പോൾ രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ സഹാബി അല്ല. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ കേട്ടോ. ഇദ്ദേഹം പറയുന്നു, ഹറജത്തു മാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഇലാ മഖ്ബറ, ഒരു ഖബർസ്ഥാനിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ഫലമ്മ നദറ ഇലൽ ഖുബൂർ, അങ്ങനെ ഖബറിലേക്ക് നോക്കി. ബക്ക, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരഞ്ഞു. സുമ്മ അക്ബർ അലയ്യ, പിന്നെ ഞങ്ങളെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഫഖാല യാ മൈമൂൻ ഹാദി ഖുബൂർ ആബായി ബനി ഉമയ്യ, ഈ കാണുന്ന ഖബർ ശ്മശാനങ്ങളൊക്കെ ബനി ഉമയ്യക്കാരിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ഖബർസ്ഥാനങ്ങളാണ് നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നഹും, അവരായിരുന്നു ലമിശാരിഖു അഹ്ല ദുനിയാ ഫി ലദ്ദാതിഹിം വഅശിയഹും, അവര് ഈ ദുനിയാവിൽ തന്നെ ആരോടും ഒരു കമ്പനി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഫി ലദ്ദാതിഹിം വഅശിയഹും, അവരുടെ ജീവിത സൗകര്യങ്ങളും ആഡംബര ജീവിതങ്ങൾ കൊണ്ട് ആരോടും ഒരു കൂട്ടിനും പങ്കിനും ചെല്ലാത്ത ആൾക്കാരായിരുന്നു. അത്രയും വലിയ എല്ലാ കഴിവുള്ള ആൾക്കാരായിരുന്നു. അമാ തറാഹും, നിങ്ങൾ അവർ ഇപ്പോൾ കാണുന്നില്ലേ? എന്താണ്? ബിഹിമിൽ മുസ്തലാസ്, എല്ലാ കഴിവുകളുമുള്ള ആൾക്കാരതാ അകപ്പതിച്ച് മണ്ണിന്റെ കുഴിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. അവർക്ക് യാതൊരു രക്ഷയുമില്ല. അവരൊക്കെ മണ്ണിലാണ്, കബറിലാണ്, അവരോട് അകപ്പെട്ടിരിക്കുകയാണ്. മുസലാസ്, അവര് അദാബ് ശിക്ഷ. ഹല്ലത്ത് ബിഹിമുൽ മുസലാത്തു, മുസലാത്ത് പറഞ്ഞാൽ അദാബ്, കൂബത്ത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകൾ അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. സുമ്മ ബക്ക വസ്തഖവ ഫീൽ ബലാ വസാബൽ ഹൗനിൽ മുഖ്ബില, അവർക്ക് നിന്യമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പാഠം പഠിക്കേണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് വരുമ്പോൾ നമ്മൾ ആ കബറിൽ നിർഭരായിക്കുവാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തേണ്ടതാണ്. ഒരു കവി പറഞ്ഞു, അതൈത്തുൽ ഖുബൂറ ഫനാദൈതുഹാ ഫൈനൽ മുഅല്ലമു വൽ മുഹത്തഖറു, ഞാൻ ഖബർസ്ഥാനിൽ ചെന്നു. അതൈത്തുൽ ഖുബൂറ, ഞാൻ ഖബർസ്ഥാനിൽ ചെന്നപ്പോൾ ഫനാദൈതുഹാ, അവരെ ഞാൻ കാണുന്നു, അവരെ ഞാൻ വിളിക്കുന്നു. അവർ ആരായിരുന്നു അറിയോ? ഫൈനൽ മുഅല്ലം വൽ മുഹത്തഖർ, ബഹുമാനപ്പെട്ട ഒരാൾക്കാരായിരുന്നു. മുഅല്ലം എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും എല്ലാം ഉന്നതന്മാരായ ആൾക്കാരും, ഒന്നുമില്ലാത്ത, സമ്പത്തില്ലാത്ത, സ്ഥാനമാനങ്ങളില്ലാത്ത, പേരും ചൂരുമില്ലാത്ത പാവപ്പെട്ടവരും ഒക്കെ ഇതാ കടക്കുന്ന കബറാളികളെ, നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും. ഇങ്ങോട്ട് പറയാണ്, തഫാറു ജമീയം ഫമാ മുഖബിറു വമാതു ജമീയം വമാതൽ ഖബറു, എല്ലാവരും നശിച്ചുപോയി, എല്ലാവരും നശിച്ചു പറഞ്ഞു. ഖബർ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടതുപോലെ, ഹദീസിൽ വന്നതുപോലെ നിങ്ങൾ എല്ലാവരും മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി. എന്നിട്ട് പറയുന്നു, തെറൂഹു തഅദു ബനാത്തു സറ, ബനാത്തു സറ എന്ന് പറഞ്ഞാൽ പുഴുക്കൾ എന്നർത്ഥം. നിങ്ങളെ രണ്ടു നേരവും വന്ന് സന്ദർശിക്കുന്നത് പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. സുന്ദരന്മാരും സുന്ദരികളുമായ നമ്മുടെ ശരീരം പുഴു തിന്നുകൊണ്ടിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, തഫാനു ജമീയം ഫമാ മുഖ്ബിറ, അങ്ങനെ പുഴുക്കൾ തിന്നുകൊണ്ടിരിക്കുന്നു. സുന്ദരന്മാരും സുന്ദരിമാരുമായ നമ്മൾ കബറിൽ വെക്കപ്പെട്ടാൽ 3 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ കണ്ണുകൾ പൊട്ടിയൊലിക്കും, വയറ് പൊട്ടും. അതിൽ പുഴുക്കൾ കണ്ട, എന്താ പുഴുക്കൾ കൊട്ട വാക്കാരോ? ബനാത്തു സറ, സറ എന്ന് പറഞ്ഞ മണ്ണെണ്ണ, മണ്ണിന്റെ മക്കൾ, അതാരാണ്? പുഴുക്കൾ വന്നിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ കബറാളികളെ മുഴുവൻ എന്ന് പറഞ്ഞ്
ആ കവിത അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഓരോ ദിവസങ്ങളും ഈ ഖബറിൽ നിന്നുള്ള ശിക്ഷ ഇന്നലെ ഖബർ ഹക്കുൻ, ഖബർ സത്യമാണ്, ഹക്കുൻ. തങ്ങൾ ശിക്ഷ കേട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ എന്ത് വേണമെന്നറിയോ? ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ എന്ത് വേണമെന്നറിയോ? അൽ മുഹാഫിയാത്ത് അംസ സലവാത്ത്, നമസ്കാരത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതെ നമസ്കരിക്കുക ഒന്ന്. രണ്ടാമത്തത് സദക്ക ചെയ്യുക. എല്ലാവർക്കും സദക്ക ചെയ്യാൻ കഴിയണമെന്നില്ല, ഉള്ളവർ ചെയ്യുക. അല്ലാത്തവർക്ക് ഞാൻ ആയത്തെ ഖുതുബയിൽ സദക്ക പറഞ്ഞു തന്നിട്ടുണ്ട്, നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള തസ്ബീഹ് ചൊല്ലുക. മൂന്നാമത്തത് ഖുർആൻ ധാരാളം ഓതുക കേട്ടോ. ഖുർആൻ ഓതണം. അത് നമ്മളെ ഖബറിൽ നമുക്ക് പ്രകാശമാണ്, ഖബറിൽ കൂട്ടുകാരനാണ്. ഖബറിലെ ശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെടും നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ. ധാരാളം ഖുർആൻ ഓതുക. പിന്നെ പറയുന്നത് തസ്ബീഹ് ചൊല്ലുക എന്നാണ്. തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറും, ഈ 4 എണ്ണം ഉണ്ട്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. അപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയും ചൊല്ലാം. തസ്ബീഹ് എന്ന സുബ്ഹാനല്ലാഹ് ചെല്ലുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ഖുർആൻ നിങ്ങൾ ഓതാതെ കിടക്കരുത്. രാവിലെയും സുബഹിന്റെ ശേഷവും ഇശാമാരിമിന്റെ ശേഷവും നമ്മൾ ഖുർആൻ ഓതണം. അത് നമുക്ക് ആ ഖുർആൻ ഓതുമ്പോൾ തന്നെ തുടങ്ങണം. പടച്ച റബ്ബേ, ഞാൻ ഇതിന്റെ കലാം പാരായണം ചെയ്യുന്നു, ഇതിന്റെ ഹർഫിന്റെ എണ്ണം അനുസരിച്ച് എനിക്ക് നീ നന്മ തരണേ, എൻ്റെ പാവങ്ങൾ പൊറുക്കണേ, എൻ്റെ ഖബറിൽ ഇത് കൂട്ടാക്കി തരണേ എന്ന് നിയത്ത് വെക്കണം. ഖുർആൻ ഓതിക്കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയും അല്ലാഹു തആല സ്വീകരിക്കും. അതുപോലെ തന്നെ പിന്നെ ആരെയാണ് കൂടുതൽ ശിക്ഷിക്കുക? നബി തങ്ങളൊരു മക്കബറയ്ക്ക് പോയപ്പോൾ ശിക്ഷിച്ച കാര്യങ്ങൾ പറഞ്ഞതല്ലേ. ഇനി ഒന്നുകൂടി പറഞ്ഞു, വേറെ ഹദീസിലുണ്ട്. എന്താണ്? ആരെയാണെന്നറിയോ? വാഴ പൊളിച്ച നുണ പറയുന്ന ആൾക്കാരുണ്ട്, ഖബറിൽ ശിക്ഷിച്ചിട്ടും. നബി തങ്ങളുടെ അടുത്ത് ഒരു സഹാബി എന്നിട്ട് പറഞ്ഞു, ഔസീനി യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റ് ചെയ്ത ആളാണ്, എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരികയെന്നാണ്. നബി തങ്ങൾ നമസ്കാരം ചെയ്യണം, നോൽ അതല്ല പറഞ്ഞത്, ലാ തക്ദിബ്, നുണ പറയരുത്. അപ്പൊ ഈ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. മൻ എലുമുനുലി ബൈന ഫഹ്ദൈഹി ബൈന ലഹദൈഹി അലുമുൽ ലഹുൽ ജന്ന. 2 താടിയെല്ലിന്റെ ഇടയിലുള്ള ഒരു അവയവം എല്ലില്ലാത്താണ്, 2 തുടയെല്ലിന്റെ ഇടയിലുള്ള അവയവം കൊണ്ടും ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് ആരെനിക്ക് ഉറപ്പു തരുന്നുവോ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പു തരാറ്. അപ്പൊ നുണ പറയരുത്. ഇന്നിപ്പോ അതൊരു വിഷയമല്ല. അപ്പൊ ഈ വന്ന സഹാബിയോട് പറഞ്ഞ എന്താ അറിയോ? കുലിൽ ഹക്ക, നീ സത്യം മാത്രം പറയൂ. ആ സഹാബി പറയുന്നു, എൻ്റെ ജീവിതം നന്നാവാൻ ആ ഒരൊറ്റ കൽപ്പന, എന്ത്? സത്യം മാത്രം പറയണം. അവൻ ഓരോ തെറ്റുകൾ ചെയ്യുന്ന സമയത്തും അവന് നിസ്വലാസലമ തങ്ങളോട് ഞാൻ സത്യം കളവ് പറയേണ്ടി വരില്ലേ? അങ്ങനെ അവൻ നന്നായി. വേറൊരു സഹാബി എന്നിട്ട് പറഞ്ഞു, ഇതേപോലെ തന്നെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യാണ്, ഔസീനി യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടുന്ന ഉപദേശം തരൂ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, ഇനി ദേഷ്യപ്പെടരുതാണ്. ഈ 2 മനുഷ്യൻ നശിപ്പിക്കുന്ന ആളാണ്. ഒന്നാ നുണ പറയലും ദേഷ്യപ്പെടലും. ഇത് 2 സ്വഭാവമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ 2 അവയവങ്ങളായിട്ട് ഒന്ന് നാവും ഒന്ന് ഗുഹ്യസ്ഥാനം. ആ 2 കൊണ്ട് ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് വാക്ക് തരുന്നവർക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം. അതുപോലെ തന്നെ നാവ് സൂക്ഷിക്കൽ. അപ്പോ ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ആള് ഒരു ഹദീസിൽ ഒന്ന് പറയുന്നത്, നുണ പറയുന്നവൻ. സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ പരമാവധി സത്യം പറയണം. ഒരു നിലക്കും അസത്യം പറഞ്ഞു പോരുത്. വലിയതായൊരു ആപത്ത് വരുമ്പോൾ, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിൽ ഒരാൾ വന്ന് ചോദിക്കണം, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അവിടെ സത്യം പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവിടെ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതല്ലാതെ കളവ് പറയരുത്. അപ്പൊ കളവ് പറയുന്നവർക്കും ഖബറിൽ ശിക്ഷയുണ്ട്. മറ്റൊന്നെന്താണ്? നമീമത്ത്, ഈബത്ത്. ഈ 2 ചില്ലറ കാര്യങ്ങളല്ല. നമ്മൾ ചെയ്ത എല്ലാ അമലുകളും ഇതൊക്കെ ഓരോ വിഷയമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട വിഷയം കേട്ടോ. നമീമത്ത്, ഈബത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഇതുകൊണ്ടൊക്കെ
നിഷ്ഫലമായി പോകും. നബി തങ്ങൾ പറഞ്ഞു, അൽ ഈബത്തു അശദ്ദും മിനസ് സിന, വ്യഭിചാരത്തേക്കാൾ കഠിനമാണ് പരദൂഷണം. അതിനർത്ഥം വ്യഭിചരിക്കാന്നല്ല കേട്ടോ, അത് മനസ്സിലാക്കി വെക്കണം. വ്യഭിചാരത്തേക്കാൾ കഠിനമാണ് പരദൂഷണം എന്ന് വെച്ചാൽ പരദൂഷണം പറഞ്ഞ അത് അല്ലാഹു തആല നമുക്ക് പുറത്തു തരണമെങ്കിൽ ആ പറയപ്പെട്ട വ്യക്തിയെ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിച്ച് അവൻ പുറത്താലേ അള്ളാഹ് പുറത്തു തരുള്ളൂ. മറ്റു നമ്മളൊക്കെ അങ്ങനെ തെറ്റുപറ്റി സംഭവിച്ചാൽ, വ്യഭിചാര അങ്ങനത്തെ പറ്റിച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ മണ്ണ് തോപ്പാച്ച് ചിലപ്പോൾ സ്വീകരിക്കാം. അപ്പോ ഒന്ന് നുണ പറയുന്നവൻ, മറ്റൊന്ന് പരദൂഷണം പറയുന്നവൻ, അതുപോലെ നമീമത്ത് ഏഷണി പറയുക, തമ്മിൽ തെറ്റിക്കുക, ഈ 3 കാര്യങ്ങൾ. നാലാമത്തത് വളരെ ലാഘവമായ ഒന്നാണ്, മൂത്രമൊഴിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക, മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കാതിരിക്കുക. ഈ 4 പേർക്കും കഠിനമായ ശിക്ഷ ഖബറിൽ തന്നെ കിട്ടും. ഖുർആൻ ഓതുന്നവർക്കും നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവർക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്കും തസ്ബീഹ് ചൊല്ലുന്നവർക്കും ഖബറിലെ ശിക്ഷയെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യും. അതിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കഴിഞ്ഞ 2ാമത്തെ പേര് നമ്മൾ ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ വെള്ളം എത്തപ്പെടും. ഇനി ശുദ്ധി അശുദ്ധി, വലിയ അശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഫത്വൽ മുഈന്, ഫിഖ്ഹ് സുന്ന, ബുലൂഗുൽ മറാം, മിൻഹാജ് എന്ന കിതാബ് അവലംബമാക്കിയിട്ടാണ് ഈ മസല പറയുന്നത്. പ്രായപൂർത്തിയെത്തിയ ആൾക്കാർക്ക് ഉറക്കത്തിലോ ഉണർച്ചയിലോ കൃത്രിമമായിട്ടോ ഏതെങ്കിലും നിലക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ കുളി നിർബന്ധമായും. പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കത്തിൽ കൃത്രിമമായിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും സ്വപ്നസ്ഖലനം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് അടയാളങ്ങൾ വസ്ത്രത്തിൽ കാണുകയോ ചെയ്താൽ കുളി നിർബന്ധമായി. സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടായാൽ ആർത്തവം നിലച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കുളിക്കേണ്ടത് ഇനി പറയാം. അപ്പോ ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ സ്ഖലനത്തിന്റെ അടയാളങ്ങൾ ഇല്ലെങ്കിൽ കുളി നിർബന്ധമില്ല. അതല്ലാത്ത രൂപത്തിൽ എങ്ങനെയെങ്കിലും ഇന്ദ്രിയം സ്ഖലിച്ചാൽ കുളി നിർബന്ധമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജനാപത്ത് കുളി നീട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല. അതുപോലെ പിന്നെ സ്ത്രീകൾ പ്രസവിച്ചാൽ 40 ദിവസം കഴിഞ്ഞ് ആ പ്രസവരക്തം നിലച്ചു എന്ന് ഉറപ്പ് വന്നാൽ കുളിക്കൽ നിർബന്ധമാണ്. സിസേറിയൻ നടത്തിയാലും അതിനും ഈ നിയമം ബാധകമാണ്, കുളി നിർബന്ധമാണ്. അപ്പൊ 2 പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇണചേർന്നാൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളി നിർബന്ധമാണ്. അത് സ്ഖലിച്ചില്ലെങ്കിലും കുളി നിർബന്ധമാണ്. സ്ഖലിച്ചിട്ടില്ലെങ്കിൽ കുളി നിർബന്ധമില്ല എന്ന ഹദീസ് ഉണ്ട്. ആരെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്താൽ അതിനെ നെസ് ചെയ്തുകൊണ്ട് അതിന്റെ താഴെ തന്നെ ഈ ഹദീസ് ഉണ്ട്, സ്ഖലിച്ചില്ലെങ്കിലും കുളി നിർബന്ധമാണ്. അപ്പോ 4 കാര്യത്തോളായില്ലേ. അപ്പൊ ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കുളി നിർബന്ധം എന്താ വെച്ചാൽ നമ്മളെ മഹലിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇത്രയുമാണ് കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ. ഇനി കുളിക്കൽ അതും കൂടി പറഞ്ഞുതരാം. ഈ കുളിക്കുള്ള ഫറല് 2 കേട്ടോ. ആ 2 ഫറല് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞതല്ലോ, ഫറല് 2. എല്ലാ കിതാബുകളിലും പറയുന്ന അങ്ങനെ തന്നെ. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഹവ്വാ ബീവിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അവർക്ക് കുളിപ്പിക്കാൻ പഠിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അപ്പോൾ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? അല്ല, നിങ്ങളെ സന്താനങ്ങൾക്കും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുളി എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമാണ്. അത് ആദം നബി അലൈഹിസ്സലാത്തു മുതൽ ഉള്ളതാണ്. ഒളു എന്ന് പറയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. മയ്യത്ത് നമസ്കാരം നമുക്ക് മാത്രമേ ഉള്ളൂ. ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ. മയ്യത്ത് നമസ്കാരം ഹിജറ 1-ാമത്തെ വർഷമാണ് മയ്യത്ത് നമസ്കാരം നിർബന്ധമാക്കിയത്. ഖദീജ ബീവിക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. ഖദീജ ബീവി മരിച്ചത് വഫാത്തായത് ഹിജറയുടെ 3 വർഷം മുമ്പാണ്. അത് നുബുവത്ത് കിട്ടിയിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് 10-ാമത്തെ വർഷമാണ് ഖദീജ ബീവി വഫാത്താവുന്നത്. ഖദീജ ബീവി ചെയ്ത ഇബാദത്ത് 2 കൊല്ലം ഫർള് നിസ്കരിച്ചു. നുബുവത്തിന്റെ 8-ാമത്തെ വർഷമാണ് നമസ്കാരം നിർബന്ധമാക്കിയത്. നുബുവത്തിന്റെ 10-ാം വർഷം ഖദീജ ബീവി വഫാത്തായി. മറ്റുള്ള എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും നിർബന്ധമാക്കിയത് മദീനത്ത് വന്നിട്ടാണ്. അപ്പൊ മയ്യത്ത് നിസ്കാരം നിർബന്ധമാക്കിയത് ഹിജറ 1-ാം വർഷം.
അപ്പോൾ അതാണ് കുളിയുടെ രൂപം. കുളി എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. അത് കഴിഞ്ഞാൽ 2 ഫറള്, 1 നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് കാര്യത്തിലും നിയ്യത്ത് വേണം കേട്ടോ. നിസ്കരിക്കുമ്പോൾ നിയ്യത്തുണ്ട്, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സഹീഹ് ബുഖാരിയൊക്കെ എടുത്ത് നോക്കിയാൽ ആദ്യം കാണുക ഇന്നമൽ അഅ്മാലു, എല്ലാ കാര്യങ്ങളും ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും. അപ്പോ നിയ്യത്ത് നന്നായെങ്കിലെന്തും ചെയ്വടോ, തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്ന്. അള്ളാഹുവിന്റെ തൗഫീക്ക് ഉണ്ട്. അപ്പൊ നിയ്യത്ത് നന്നാണ്. എങ്ങനെ നിയ്യത്ത് ചെയ്യുക? പണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഒന്നുവിന്റെ നിയ്യത്തുണ്ട്, നമസ്കാര നിയ്യത്തിന്റെ, കുഴ നിയ്യത്ത്. വലിയ അശുദ്ധി ഉള്ളവർക്കേ ഉള്ളൂ കേട്ടോ. അത് വലിയ അശുദ്ധി ഉള്ളവർ അതിന്റെ സുന്നത്തുകൾ പഠിക്കാണ്ട്. വലിയ അശുദ്ധി ഉള്ളവർ ഷവറ പോട്ടാതെ നിൽക്കുകയാണെങ്കിലും മുങ്ങിക്കുളിക്കുകയാണെങ്കിലും എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തണം. രോമകൂപങ്ങളിൽ കൂടിയെല്ലാം ജനാപത്തിന്റെ എന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അവലംബം ഫത്തഹുൽ മുഈൻ, മിൻഹാജ് ത്വാലിബീൻ എന്നുള്ള കിതാബുകൾ, ഇതിലൊക്കെ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരുന്നത് എല്ലാ ഭാഗങ്ങളിലും, രഹസ്യ ഭാഗങ്ങളിലും, തിങ്ങിയ താടികളിലും, തലയ്ക്ക് കൂടുതൽ മുടി ഉണ്ടെങ്കിലും കക്ഷക്കളിലും എല്ലാ ഭാഗത്തും വെള്ളം എത്തിയാൽ മാത്രമേ വലിയ അശുദ്ധിയുടെ കുളി ശരിയാവുകയുള്ളൂ. ഞാൻ എൻ്റെ ജനാപത്ത് കുളി, വലിയ അശുദ്ധിയുടെ കുളി ഇതാ ഉയർത്തുന്നു, ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങണം. വെള്ളം എല്ലാ ഭാഗത്തും എത്തണം. നിയ്യത്ത് ചെയ്യൽ, മനസ്സിൽ കരുതൽ ഫറളും, നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തുമാണ്. നിയ്യത്ത് ചെയ്യുന്നവൻ ഉച്ചരിക്കൽ സുന്നത്താണ്. ഉച്ചരിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ ഇത് കരുതണം, എന്നാലേ കുളി ശരിയാകുള്ളൂ. എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിച്ചേരുകയും വേണം. എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ നമ്മുടെ കുളി ശരിയായില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം ശരിയാവുകയില്ല, നമ്മുടെ നോമ്പ് ശരിയാവുകയില്ല, ഖുർആൻ ഓതാൻ പാടില്ല, അതൊക്കെ തെറ്റാവും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഫറള്, കുളിയുടെ 2 ഫറള്, 1 നിയ്യത്ത്, 2 എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കണം. എല്ലാ ഭാഗത്തും വെള്ളം എത്തണം, എന്നാൽ മാത്രമേ കുളി ശരിയാവൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ സുന്നത്തും മറ്റുള്ള കാര്യങ്ങളും പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാദികൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും തന്നെ അള്ളാഹു തആല ആഫിയത്തോടു കൂടി ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഏറ്റവും വലിയ എല്ലാ ആപത്തുകളും രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ തൊഴിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീർത്തിയാണേ റബ്ബേ. കടക്കാരുണ്ടെങ്കിൽ കടം ഒഴിവാളെ മാർഗം കാണിച്ചു തരണേ തമ്പുരാനെ. കടത്തോടു കൂടി ഞങ്ങളെ മരിപ്പിക്കരുതേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളുടെ പഠനത്തിലും ജോലിയിലും വിദ്യാഭ്യാസത്തിലും ബർക്കത്ത് ചെയ്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാനെ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളാക്കണേ തമ്പുരാൻ. ഞങ്ങൾ പെൺകുട്ടികൾ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ കുടുംബങ്ങളൊക്കെ നന്നാക്കണേ തമ്പുരാനെ. അവരുടെ പഠനത്തിലും ജോലിയിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവരുടെ വിധവകളും അഗതികളും അനാഥകളും ആക്കരുതേ തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ ബർസഹിയായ ലോകത്താണ്. ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന മാതാപിതാക്കൾ, മറ്റുള്ളവരൊക്കെ ബർസഹിയായ ലോകത്താണ്. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നീ ശിവ നൽകണേ തമ്പുരാനെ. മുസ്ലിം സമുദായത്തിനെതിരെ പല ഭാഗങ്ങളും അക്രമങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബേ, ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. മുസ്ലിം സമുദായത്തിനെ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഗഫുർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വഹിൽ കഫറത വൽ ളാലിമീൻ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.